ഇപ്പോൾ കൂട്ടുകാരെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വാക്കുകളിലേക്ക് കിടക്കാം. ഓക്കെ, ഇത് ആദ്യം കിടക്കുന്നത് കള്ളം പറയാന്നുള്ളതിൻ്റെ V1ഉം V2ഉം V3ഉം, അതായത് പ്രസൻറ്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത് കിടക്കുക എന്നുള്ളതിൻ്റെ V1ഉം V2ഉം V3ഉം. ഇത് എന്തെങ്കിലും സാധനം വെക്കുക എന്നുള്ളതിൻ്റെ V1ഉം V2ഉം V3ഉം. അപ്പോൾ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ളൊരു കാര്യം, കുറച്ച് സാധനങ്ങൾ സെയിം ഉണ്ട്. ഈ കള്ളം പറയാന്നുള്ളതിൻ്റെ V1ഉം കിടക്കുക എന്നുള്ളതിൻ്റെ V1ഉം സെയിമാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരത്തില്ല, കാരണം രണ്ട് മീനിങ് ആയതുകൊണ്ട്. പക്ഷേ കിടക്കുക എന്നുള്ളതിൻ്റെ V2ഉം എന്തൊരു സാധനം വെക്കുക എന്നുള്ളതിൻ്റെ V1ഉം സെയിമാണ്. ഇവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വെച്ചുള്ള കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. ഓക്കെ, കള്ളം പറയാന്നുള്ളതിൻ്റെ നോക്കുക. ഡോണ്ട് ലൈ ടു മീ, എൻ്റെ അടുത്ത് കള്ളം പറയരുത്. ഇത് പ്രസൻറ്റ് ടെൻസ്, ഈ ലൈ V1ൽ. ഷീ ലൈഡ് ടു മീ, പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞു. ഇത് പാസ്റ്റിൽ. ഹി വാസ് ഇൻ ഡിസ്ഗ്രേസ് ബിക്കോസ് ഹി ഹാഡ് ലൈഡ്, അതായത് അവൻ കള്ളം പറഞ്ഞതുകൊണ്ട് അവൻ്റെ അഭിമാനം മൊത്തം പോയി. ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ കള്ളം പറഞ്ഞു എന്നുള്ളത് നമുക്ക് ക്ലിയറാണ്, അവിടെ നമുക്ക് പ്രശ്നമൊന്നുമില്ല, എല്ലാം നമുക്ക് ക്ലിയർ ആവും. ഇനി കിടക്കുക എന്നുള്ളതിൻ്റെ സെൻറ്റൻസുകൾ നോക്കാം. പ്ലീസ് ലൈ ഡൗൺ, ദയവ് ചെയ്ത് കിടക്കുക. ഇത് V1ൽ പ്രസൻറ്റ്. ഐ ഫെൽറ്റ് സിക്ക് സോ ഐ ലേ ഡൗൺ, എനിക്ക് അസുഖം പോലെ തോന്നി അതുകൊണ്ട് ഞാൻ കിടന്നു. ഇത് പാസ്റ്റാണ്. ഐ ഹാഡ് ലെയിൻ ദെയർ ഫോർ സം ടൈം ബിഫോർ ഗെറ്റിംഗ് അപ്പ്, എണീക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് നേരം കൂടെ അവിടെ കിടന്നു. ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ കിടക്കുക എന്നുള്ളതിൻ്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഓർത്തിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ തെറ്റിപ്പോകും. ഇനി എന്തൊരു സാധനം വെക്കുക എന്നുള്ളതിൻ്റെ 3 ഫോം നമുക്ക് നോക്കാം. അൺഫോൾഡ് ദ ബ്ലാങ്കറ്റ് ആൻഡ് ലേ ഇറ്റ് ഓൺ ദ ഫ്ലോർ, പുതപ്പ് നിവർത്തി വെച്ചും അത് തറയിൽ വെക്കുക, അല്ലെങ്കിൽ തറയിൽ വിരിക്കുക. നോക്കുക, ഇത് ഫസ്റ്റ് ഫോം. ഷീ ലേഡ് ദ ബ്ലാങ്കറ്റ് ഓൺ ദ ഫ്ലോർ, പുള്ളിക്കാരത്തി പുതപ്പ് ഫ്ലോറിൽ വെച്ചു. ഇത് പാസ്റ്റ്. മൂന്നാമത്തെ നോക്കി. ഷീ ഹാഡ് ലേഡ് ദ ബ്ലാങ്കറ്റ് ഡൗൺ ബിഫോർ ഷീ ലെഫ്റ്റ്, പോകുന്നതിന് മുമ്പ് പുള്ളിക്കാരത്തി തറയിൽ ബ്ലാങ്കറ്റ് വെച്ചിട്ടാണ് പോയത്. ഇത് തേർഡ് ഫോം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് ഈ ഓർഡറിൽ തന്നെ ഇത് പഠിച്ചിരിക്കുക. കള്ളം പറയാന്നുള്ളത് ലൈ, ലൈഡ്, ലൈഡ്. കിടക്കുക എന്നുള്ളത് ലൈ, ലേ, ലൈൻ. എന്തെങ്കിലും സാധനം വെക്കുക എന്നുള്ളതിന് ലേ, ലൈഡ്, ലൈഡ്. ക്ലിയർ ആയല്ലോ? അടുത്തതിലേക്ക് പോകാം. ഓക്കെ, ഇൻഫറും ഇംപ്ലയും. ഇൻഫർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അനുമാനിക്കുക അല്ലെങ്കിൽ ഊഹിക്കുക എന്നർത്ഥം. അതായത് എന്തെങ്കിലും ഒരു കാര്യം അതിന് ഉണ്ടാവും, നമ്മളത് അനലൈസ് ചെയ്ത് നമ്മളതിൻ്റെ ഒരു നിഗമനത്തിലെത്തുക, അതാണ് ഇൻഫർ. ഇംപ്ലൈ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഇൻഡയറക്റ്റ് ആയിട്ട് പറയാം, അത്രയേ ഉള്ളൂ. അർത്ഥം നോക്കി. കൺക്ലൂഡ് ബൈ റീസണിങ് ഇൻ ലോജിക്, ഗസ് കറക്റ്റ്ലി സോൾവ് ബൈ ഗസിങ്. അതായത് നമ്മൾ തന്നെ ലോജിക്കലി റീസണിങ് ചെയ്ത് അതിനകത്ത് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക, പിന്നെ നമ്മൾ ഊഹിച്ചെടുക്കുക. ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഹി ഇൻഫർഡ് ദ റൈറ്റ് നമ്പർ ഓഫ് ബീൻസ് ഇൻ ദ ജാർ ആൻഡ് വോൺ ദ പ്രൈസ്. അതായത് ഒരു ജാറിൽ കുറേ ധാന്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പറയും അത് തുറന്നു നോക്കരുത്, അത് എത്ര എണ്ണം ഉണ്ടെന്ന് പറയാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ പുള്ളി കുലിക്കൊക്കെ നോക്കിയിട്ട് ഏകദേശം ഇത്ര ഉണ്ടോയെന്ന് പറഞ്ഞു, അത് ശരിയായിരുന്നു, പുള്ളിക്ക് പ്രൈസും കിട്ടി. ഇനി ഇംപ്ലൈ എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ഓർ സ്റ്റേറ്റ് ഇൻഡയറക്ട്ലി, അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യം പറയാം. എക്സാമ്പിൾ ഉണ്ട്. ദ വാട്ടർ ഷോർട്ടേജ് ഇംപ്ലൈസ് ദാറ്റ് വി ഹാവ് ടു സ്റ്റോപ്പ് ടേക്കിംഗ് ലോങ് ഷവർ. അതായത് വെള്ളം കുറവാണ്, അതുകൊണ്ട് നമ്മൾ വെള്ളമൊക്കെ കുറച്ച് ഉപയോഗിക്കണം, കുളിയൊക്കെ കുറച്ചാക്കണം. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അച്ഛൻ വന്നിട്ട് പറയുകയാണ് വെള്ളം ഒടിക്കുന്ന മോട്ടർ കേടായി, അതായത് കിണറ്റിൽ നിന്ന് ടാങ്കിലേക്ക് വെള്ളം ഒടിക്കുന്ന മോട്ടർ കേടായി. അപ്പോൾ അതിനർത്ഥം എന്താ? അപ്പോൾ മോട്ടർ ശരിയാക്കുന്നത് വരെ ടാങ്കിൽ ഇപ്പോൾ ഉള്ള വെള്ളം നമ്മൾ കുറച്ചായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ ടാങ്കിൽ വെള്ളം തീർന്നു കഴിഞ്ഞാൽ വെള്ളം പിന്നെ കോരേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് അച്ഛൻ പറയുന്നുണ്ട്. മനസ്സിലായോ? അതാണ് ഇംപ്ലൈ. അടുത്തതിലേക്ക് പോകും. മിംഗ്ലിങ്ങും മാംഗ്ലിങ്ങും. മിംഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, നമ്മൾ ആൾക്കാരുമായിട്ട് അടുത്ത് ഇടപഴകുക. മാംഗ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സാധനം ഭയങ്കരമായിട്ട് അതിനെ അടിച്ച് നശിപ്പിക്കുക. പിന്നെ എന്തെങ്കിലും സാധനത്തിനെ കംപ്ലീറ്റ്ലി മാറ്റുക, അതായത് നേരത്തെ ഉണ്ടായിരുന്ന രൂപം കംപ്ലീറ്റ്ലി മാറ്റുക. അങ്ങനെ ഒരു അർത്ഥമുണ്ട് മാംഗ്ലിങ്ങിന്. നോക്കി. ഓൾട്ടർ സോ ആസ് ടു മേക്ക് അൺറെക്കഗ്നൈസബിൾ, തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഒരു സാധനത്തിനെ മാറ്റുക. ഇഞ്ചർ ബാഡ്ലി ബൈ ബീറ്റിംഗ്, അതായത് ഭയങ്കരമായിട്ട് ഇഞ്ചുറാക്കുക, അടിച്ചടിച്ച് ഭയങ്കരമായിട്ട് ഇഞ്ചുറി ഉണ്ടാക്കുക. അടുത്തത് വാഗിങ്ങും വേജിങ്ങും. വാഗിങ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുക, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുക. ഇപ്പോൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുക, അതുപോലെ ക്ലോക്കിൻ്റെ പെൻഡുൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുക. അതാണ് വാഗിങ്ങിൻ്റെ അർത്ഥം. വേജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഒരു ക്യാമ്പയിനോ അങ്ങനെയുള്ള സംഭവങ്ങൾ നടത്തുക, ഇതാണ് വേജിങ്ങിൻ്റെ അർത്ഥം. ഓക്കെ. വാഗിങ് എന്ന് പറഞ്ഞാൽ മൂവ് ഫ്രം സൈഡ് ടു സൈഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുക. വേജിങ് എന്ന് പറഞ്ഞാൽ
ക്യാരി ഓൺ വാർ, ബാറ്റിൽ ഓർ ക്യാമ്പയിൻ. ക്ലിയർ ആയല്ലോ. അടുത്തത് സ്ട്രൈഡ്, സ്ട്രൈഡൻറ്റ്. സ്ട്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് ഭയങ്കരമായിട്ട് കവച്ച് വെച്ച് നടക്കുക, അതായത് കാലിങ്ങനെ നീട്ടി നീട്ടി വെച്ച് നടക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു കാലടി വെക്കുമ്പോൾ ഉള്ള ആ ഒരു ദൂരം, അതിനെ സ്ട്രൈഡ് എന്ന് പറയും. സ്ട്രൈഡൻ്റ് എന്ന് പറഞ്ഞാൽ കർക്കശക്കാരൻ അല്ലെങ്കിൽ ഭയങ്കര പരുക്കനായിട്ടുള്ള സ്വഭാവമുള്ള ആൾ എന്നൊക്കെയാണ് അർത്ഥം. നോക്കാം. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്, അതിന് നമ്മൾ സ്ട്രൈഡ് എന്ന് പറയും. അത് നൗണായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഈ അർത്ഥം വരുന്നത്. ഇനി വാക്ക് വിത്ത് ലോങ് സ്റ്റെപ്പ്, അതായത് കാല് കവച്ച് വെച്ച് നടക്കുക, വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഈ അർത്ഥം വരും. സ്ട്രൈഡൻ്റ് എന്ന് പറഞ്ഞാൽ കൺസ്പിക്വസ്ലി ആൻഡ് ഒഫെൻസീവ്ലി ലൗഡ്, അതായത് കൺസ്പിക്വസ്ലി എന്ന് പറഞ്ഞാൽ സ്പഷ്ടമായ അല്ലെങ്കിൽ ഈസിലി വിസിബിൾ എന്നൊക്കെയാണ് അർത്ഥം, നമുക്ക് എളുപ്പം കാണാൻ പറ്റുന്ന എന്നാണ് അർത്ഥം. ആൻഡ് ഒഫെൻസീവ്ലി ലൗഡ്, ഒഫെൻസീവ് എന്ന് പറഞ്ഞാൽ ഒരു കുറ്റം പോലെ, ഒഫെൻസ് എന്ന് പറഞ്ഞാൽ കുറ്റം എന്നാണ് അർത്ഥം, അതായത് ഭയങ്കര ഒച്ചയ്ക്ക് സംസാരിക്കുന്ന ഭയങ്കര പരുക്കനായിട്ടുള്ള ഒരു ആൾ, അതാണ് സ്ട്രൈഡൻ്റെ അർത്ഥം. മലയാളത്തിൽ പറഞ്ഞാൽ കർക്കശക്കാരൻ. ഓക്കെ, അടുത്തിലേക്ക് പോകും. പെർസ്പെക്റ്റീവും പ്രോസ്പെക്റ്റീവും. പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട്, അതായത് നമ്മളൊരു സംഭവത്തിനെ എങ്ങനെ നോക്കിക്കാണുന്നു, അതാണ് പെർസ്പെക്റ്റീവ്. പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള, അതായത് ഇപ്പോൾ നാളെ എന്ത് അല്ലെങ്കിൽ ഭാവിയിൽ എങ്ങനെ, ആ ഒരു ചിന്ത, അതിനാണ് നമ്മൾ പ്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. നോക്കാം. പെർസ്പെക്റ്റീവ് എ വേ ഓഫ് റിഗാർഡിങ് സിറ്റുവേഷൻസ് ഓർ ടോപ്പിക്, അതായത് ഒരു സിറ്റുവേഷൻസിനെയോ അല്ലെങ്കിൽ ടോപ്പിക്കുകളെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു, അതാണ് പെർസ്പെക്റ്റീവ്. പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓഫ് ഓർ കൺസേൺഡ് വിത്ത് ഓർ റിലേറ്റഡ് ടു ദ ഫ്യൂച്ചർ, അതായത് ഭാവിയുമായി ഇപ്പോൾ എന്തെങ്കിലും സാധനം നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഭാവിയിൽ അത് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളത് ചെയ്യുക. ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഭാവിയിൽ എന്തായിരിക്കും ആ കോഴ്സിൻ്റെ അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ചെയ്യുക. അതുപോലെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം മേടിക്കുകയാണ്, അത് എത്ര കാലം നിൽക്കും, എത്ര നാളത്തേക്ക് ഉണ്ടാവും, ഭാവിയിൽ ഇത് റെലവൻ്റ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക, അതാണ് പ്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അടുത്തത് ഡെയർ, ഡയർ. ഡെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ധൈര്യം കാണിക്കുക, എന്തെങ്കിലും കാര്യം ചെയ്യാൻ തുനിയുക, ഇതൊക്കെയാണ് ഡയറിൻ്റെ അർത്ഥം. ഡയർ എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന, അതാണ് അർത്ഥം. ഡയർ എന്ന് പറഞ്ഞാൽ ടു ബി കറേജസ് ഇനഫ് ടു ട്രൈ ഓർ ഡു സംതിങ്, എന്തെങ്കിലും ചെയ്യാനോ ഉള്ള ധൈര്യം കാണിക്കുക. ഡയർ എന്ന് പറഞ്ഞാൽ കോസിങ് ഫിയർ, ഡ്രെഡ് ഓർ ടെറർ, അതായത് നമുക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നുന്ന ഒരു സംഭവം. അടുത്തത് ഇനിക്വിറ്റി, ഇനെക്വിറ്റി, ഇക്വിറ്റി. ഇത് രണ്ടും ഏകദേശം സെയിം മീനിങ്ങാണ്, ഇനിക്വിറ്റിയും ഇനെക്വിറ്റിയും. അതായത് ഒരു ന്യായം ഇല്ലായ്മ, അതായത് അനീതി, അതാണ് ഇതിൻ്റെ രണ്ടിൻ്റെ മെയിൻ അർത്ഥം. പിന്നെ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഹരി അല്ലെങ്കിൽ നമ്മുടെ ഷെയർ. ഇപ്പോൾ ഒരു കമ്പനിയിൽ നമ്മൾ കുറച്ച് പൈസ ഇട്ടു, കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കി, അതിനകത്ത് നമ്മുടെ ഷെയർ, അതിനൊരു അർത്ഥമുണ്ട് ഇക്വിറ്റീന്. നോക്കി. ഇനിക്വിറ്റി ഗ്രേറ്റ് ഇൻജസ്റ്റിസ്, സിൻ, വിക്കഡ് ആക്ട്, അതായത് ഭയങ്കരമായ ഇൻജസ്റ്റിസ്, ഭയങ്കരമായ അനീതി. സിൻ എന്ന് പറഞ്ഞാൽ പാപം, വിക്കഡ് ആക്ട് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു മനുഷ്യപ്പറ്റില്ലാത്ത ഒരു ആക്ട്, അതിനാണ് ഇനിക്വിറ്റി എന്ന് പറയുന്നത്. ഇനിക്വിറ്റി എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഇൻജസ്റ്റിസ്. എനിക്ക് തോന്നുന്നത് ഇനിക്വിറ്റി കുറച്ചുകൂടെ പവർഫുള്ളാണ്, അതായത് കുറച്ചുകൂടെ ഹെവിയാണ്. ഇനെക്വിറ്റി അത്രയും ഇല്ല, മനസ്സിലായോ? ഇനിക്വിറ്റി എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ജസ്റ്റിസ്, ജസ്റ്റിസ് ഇല്ലായ്മ. ഇനിക്വിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഇൻജസ്റ്റിസ്, സിൻ, വിക്കഡ് ആക്ട്. ഇപ്പോൾ രണ്ടും ഒരു അനീതിയാണ്, പക്ഷേ ഇനിക്വിറ്റി കുറച്ചും കൂടെ പവർഫുള്ളാണ്. ഇനി ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഫെയർനെസ്, ഷെയർ. ഫെയർനെസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ന്യായമായ എന്നൊക്കെ ഒരു അർത്ഥം നമുക്ക് പറയാം. അതായത് ഇപ്പോൾ ഒരു കമ്പനി 2 പേര് ഈക്വൽ പ്രൈസ് ഇട്ട് ഒരു കമ്പനി തുടങ്ങി, പ്രോഫിറ്റ് ഉണ്ടാക്കി, 2 പേർക്കും തുല്യമായിട്ട് ഷെയർ വീതിച്ചു കൊടുത്തു. അവിടെ ഒരു ഫെയർനെസ് ഉണ്ട്, അതായത് 2 പേർക്കും ഈക്വൽ ആയിട്ടല്ലേ കൊടുത്തത്, അതാണ്. അടുത്തതിലേക്ക് പോകും. ഡിവിഷനും ഡിവിസീവും. ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വീതിക്കുക, തുല്യമായി വീതിക്കുക, അങ്ങനെ നമുക്ക് പറയാം. ഡിവിസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു എഗ്രീയിങ് അല്ലാത്തൊരു നേച്ചർ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മീറ്റിങ്ങിൽ നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവർക്കും ഒത്തുപോകാവുന്ന ഒരു തീരുമാനമല്ലേ എടുക്കേണ്ടത്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സംഭവം, അതാണ് ഡിവിസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അർത്ഥം നോക്കി. ഡിസെൻഡിങ്, എസ്പെഷ്യലി ഡിസെൻഡിങ് വിത്ത് മെജോറിറ്റി ഒപ്പീനിയൻ. ഓക്കെ, അത് ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു എഗ്രി ചെയ്യത്തില്ല, അതാണ് ഡിസെൻഡിങ്ങിൻ്റെ അർത്ഥം. ഇതിൻ്റെ മെയിൻ അർത്ഥം എന്ന് പറയുന്നത് മെജോറിറ്റി ഒപ്പീനിയനുമായിട്ട് എഗ്രി ആവത്തില്ല. അതായത് ഇപ്പോൾ ഒരു മീറ്റിങ്ങിൽ നമ്മളെല്ലാവരും ചേർന്ന് ഒരു തീരുമാനം എടുക്കുകയാണ്, ആ തീരുമാനത്തിനോട് ഒത്തുപോകത്തില്ല, അതാണ് ഡിവിസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആയോ? അടുത്തത് അമെൻഡും എമെൻഡും. അമെൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഭേദഗതി, അതായത് ഇപ്പോൾ ഉള്ള സാധനത്തിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കുക, അതാണ് അമെൻഡ്. എമെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് തിരുത്തുക. ഇത് യൂഷ്വലി
നമ്മൾ ഈ ബുക്കുകളിലൊക്കെ വരുന്ന എറർ ഇല്ലേ, അത് തിരുത്തുന്നതിനെയാണ് നമ്മൾ എമെൻഡ് എന്ന് പറയുന്നത്. നോക്കാം. അമെൻഡ് ടു മേക്ക് ബെറ്റർ, അതായത് ഓൾറെഡി ഉള്ള സാധനത്തിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കുക. ഇനി എമെൻഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് യൂഷ്വലി ബൈ ടെക്സ്റ്റൽ ഓൾട്ടറേഷൻ, അതായത് ഈ എഴുത്തിലുള്ള എറർ തെറ്റുകൾ തിരുത്തുക, അതാണ് എമെൻഡിൻ്റെ അർത്ഥം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ, ബാക്കി നമുക്ക് നാളെ നോക്കാം.